മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിലെ 1 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം പിശാചിനാല് പരീക്ഷിക്കപ്പെടുന്നതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. യേശു 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചു. അപ്പോൾ അവനു വിശന്നു. പ്രലോഭകന് അവനെ സമീപിച്ചു പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കില് ഈ കല്ലുകള് അപ്പമാകാന് പറയുക. അവന് പ്രതിവചിച്ചു, മനുഷ്യന് അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ നാവിൽ നിന്നു പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അനന്തരം പിശാച് അവനെ വിശുദ്ധനഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദേവാലയത്തിന്റെ അഗ്രത്തില് കയറ്റി നിർത്തിയിട്ടു പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കില് താഴേക്കു ചാടുക, നിന്നെക്കുറിച്ച് അവന് തന്റെ ദൂതന്മാർക്കു കൽപ്പന നൽകും, നിന്റെ പാദം കല്ലില് തട്ടാതിരിക്കാന് അവര് നിന്നെ കൈകളില് താങ്ങിക്കൊള്ളും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. യേശു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടി എഴുതപ്പെട്ടിരിക്കുന്നു. വീണ്ടും പിശാച് വളരെ ഉയർന്ന ഒരു മലയിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോയി, ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അവയുടെ മഹത്വവും അവനെ കാണിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു, നീ സാഷ്ടാംഗം പ്രണമിച്ച് എന്നെ ആരാധിച്ചാല് ഇവയെല്ലാം നിനക്കു ഞാന് നൽകും. യേശു കൽപ്പിച്ചു, സാത്താനെ, ദൂരെ പോവുക, എന്തെന്നാല് നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. ദൈവദൂതന്മാര് അടുത്തുവന്ന് അവനെ ശുശ്രൂഷിച്ചു. യോഹന്നാന് ബന്ധനസനായെന്നു കേട്ടപ്പോൾ യേശു ഗലീലയിലേക്കു പിൻവാങ്ങി. അവന് നസ്തുവിട്ട് സെബുലൂണിന്റെയും നഫ്താലിയുടെയും അതിർത്തിയില് സമുദ്രതീരത്തുള്ള കഫർനഹൂമിൽ ചെന്നു പാർത്തു. ഈ യേശയ്യാപ്രവാചകന് വഴി അരുളിച്ചെയ്യപ്പെട്ടത് നിവൃത്തിയാകാനു വേണ്ടിയാണ്. സമുദ്രത്തിലേക്കുള്ള വഴിയില്, ജോർദാന്റെ മറുകരയില്, സെബുലൂണ്, നഫ്താലി പ്രദേശങ്ങള്, വിജാതീയരുടെ ഗലീലി. അനഗാരത്തില് സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങള് വലിയ പ്രകാശം കണ്ടു. മരണത്തിന്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു. അപ്പോൾ മുതല് യേശു പ്രസംഗിക്കാന് തുടങ്ങി, മാനസാന്തരപ്പെടുവിന്, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. അവന് ഗലീലിക്കടൽ തീരത്തു നടക്കുമ്പോള് കടലില് വലവീശിക്കൊണ്ടിരുന്ന 2 സഹോദരന്മാരെ കണ്ടു, പത്രോസ് എന്നു വിളിക്കപ്പെടുന്ന ശിമയോനെയും സഹോദരന് അന്ത്രയോസിനെയും. അവര് മീൻപിടുത്തക്കാരായിരുന്നു. അവന് അവരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക, ഞാന് നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. തൽക്ഷണം അവര് വലകളുപേക്ഷിച്ച് അവനെ അനുഗമിച്ചു. അവര് അവിടെ നിന്നു മുന്നോട്ടു നീങ്ങിയപ്പോൾ വേറെ 2 സഹോദരന്മാരെ കണ്ടു, സബദീപുത്രനായ യാക്കോബും സഹോദരന് യോഹന്നാനും. അവര് പിതാവുമൊത്ത് വഞ്ചിയിലിരുന്നു വല നന്നാക്കുകയായിരുന്നു. അവരെയും അവന് വിളിച്ചു. തൽക്ഷണം അവര് വഞ്ചി ഉപേക്ഷിച്ച് പിതാവിനെയും വിട്ട് അവനെ അനുഗമിച്ചു. അവന് അവരുടെ സിനഗോഗുകളില് പഠിപ്പിച്ചും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചും ജനങ്ങളുടെ എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും ഗലീലി മുഴുവന് ചുറ്റി സഞ്ചരിച്ചു. അവന്റെ കീർത്തി സിറിയയിലെങ്ങും വ്യാപിച്ചു. എല്ലാ രോഗികളെയും, വിവിധ വ്യാധികളാലും വ്യതകളാലും അവശരായവരെയും, പിശാചുബാധിതര്, അപസ്മാര രോഗികള്, തളവാതക്കാര് എന്നിവരെയും അവര് അവന്റെ അടുത്തുകൊണ്ടുവന്നു. അവന് അവരെ സുഖപ്പെടുത്തി. ഗലീലി, ദക്കാപോളിസ്, ജറുസലം, യൂദയ, ജോർദാനിലെ മറുകര എന്നിവിടങ്ങളിൽ നിന്ന് വലിയ ജനക്കൂട്ടങ്ങള് അവനെ അനുഗമിച്ചു.